നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒരു നാടിന്റെ സ്വപ്നം സഫലമാകുന്നു. അത്തനാടി പാലം ഉദ്ഘാടനം 20-ന്. ലോക ഫോട്ടോഗ്രാഫി മത്സരം. എഞ്ചിനീയർ മുണ്ടോളിന് 14ാം റാങ്ക്. മലങ്കര പാലം ഉദ്ഘാടനത്തിനെതിരെ നാട്ടുകാർ രംഗത്ത്. പണി പൂർത്തിയാകും മുമ്പാണ് ഉദ്ഘാടനമെന്ന് ആക്ഷേപം. പുണ്യമാസത്തിന്റെ വിശുദ്ധിയിൽ മണ്ണും മനസ്സും. പള്ളികളും വീടുകളും പ്രാർത്ഥനാ നിർഭരം. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രികർ കണ്ണും മൂക്കും പൊത്തണം. ബസ് സ്റ്റാൻഡിൽ കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ടു. വാർത്തകൾ വിശദമായി. ഒരു നാടിന്റെ സ്വപ്നം സഫലമാകുന്നു. അത്തനാടി പാലം ഉദ്ഘാടനം 20-ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിലെ അത്തനാടിയിലെ നാട്ടുകാർക്ക് പുഴ കടക്കാൻ തോണി മാത്രമായിരുന്നു ഏക ആശ്രയം. താലൂക്ക് ഓഫീസുകളിലേക്കും സർക്കാർ ആശുപത്രി, പോലീസ് സ്റ്റേഷൻ, റേഷൻ കട എന്നിവിടങ്ങളിലേക്കും പോകണമെങ്കിൽ തോണി വരും വരെ കാത്തു നിൽക്കേണ്ട അവസ്ഥയായിരുന്നു. തോണി കടത്തുകാരൻ വരാതിരുന്നാൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. K. പുരുഷോത്തമൻ MLA ആയിരിക്കെ പാലത്തിനു വേണ്ടിയുള്ള ശ്രമവും KV കുഞ്ഞിരാമൻ MLA ആയിരിക്കെ മലയോര ഹൈവേ നിർമ്മാണത്തിനും ശ്രമം തുടങ്ങി. മലയോര ഹൈവേയുടെ ഭാഗമായി അത്തനാടി പാലം നിർമ്മിക്കാൻ 14.5 കോടി രൂപയും മഞ്ഞമ്പാറ മുതൽ വെള്ളച്ചേരി വരെയുള്ള CMGS റോഡിന് 9.5 ലക്ഷം രൂപയും അനുവദിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 21-ന് K. കുഞ്ഞിരാമൻ MLA തറക്കല്ലിട്ട് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പൈപ്പിട്ട് തടയണ നിർമ്മിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും പുഴയിലെ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കൂടിയതിനാൽ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. പാലം യാഥാർത്ഥ്യമാവുന്നത് ബേഡടുക്ക, കുറ്റിക്കോൽ പഞ്ചായത്തുകാർക്കും പള്ളഞ്ചി, പാണ്ടി പ്രദേശവാസികൾക്കും ആശ്വാസമാകുന്നു. കാറടുക്ക പഞ്ചായത്തിലേക്ക് അത്തനാടിയിലെ ജനങ്ങൾക്കിപ്പോൾ എളുപ്പത്തിലെത്തുവാൻ കഴിയുന്നു. വാർത്താ സമ്മേളനത്തിൽ A. ചന്ദ്രശേഖരൻ, CK കുമാരൻ, C. ഗംഗാധരൻ, Y. ഉമേഷ് എന്നിവർ സംബന്ധിച്ചു. പുണ്യമാസത്തിന്റെ വിശുദ്ധിയിൽ മണ്ണും മനസ്സും. പള്ളികളും വീടുകളും പ്രാർത്ഥന നിർഭരം. റംസാനോടനുബന്ധിച്ച് പള്ളികളിലും വീടുകളിലും പ്രത്യേക പ്രഭാഷണവും പ്രാർത്ഥനകളുമാണ് അരങ്ങേറുന്നത്. ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ. വിശുദ്ധ ഖുർആൻ അവതരിച്ച റംസാൻ മാസം വന്നാൽ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരകവാതിലുകൾ അടക്കപ്പെടുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് ഇത് പുണ്യമാസമാണ്. ആത്മസംസ്കരണത്തിന്റെ പുണ്യമാസത്തിൽ ഒട്ടേറെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നത് പതിവാണ്. ജീവിതശൈലിയിൽ മാറ്റം വരുത്തി വിശ്വാസികൾ പുണ്യമാസത്തിന്റെ ഭാഗമാകും. പ്രഭാതം മുതൽ അസ്തമയം വരെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് എല്ലാം സർവശക്തനായ തമ്പുരാനിൽ അർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് നോമ്പ്. മനുഷ്യന് വിശ്വാസത്തിന്റെ പാതയിൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗമാണ് നോമ്പനുഷ്ഠാനം. പ്രായപൂർത്തിയായവരും അവശതകളില്ലാത്തവരും നിർബന്ധമായും നോമ്പനുഷ്ഠിക്കണമെന്നാണ് ഇസ്ലാം മതം അനുശാസിക്കുന്നത്. കാരുണ്യത്തിന്റെ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇതാ നിങ്ങൾക്ക് റമദാൻ ആഗതമായിരിക്കുന്നു. പുണ്യത്തിന്റെ മാസമാണത്. അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളെ ആവരണം ചെയ്യാൻ പോകുന്നു. അവന്റെ കരുണ അവതരിക്കുന്നു. പാപങ്ങൾ പൊഴിഞ്ഞു വീഴുന്നു. പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്നു. നിങ്ങളുടെ കിടമത്സരം അള്ളാഹു നോക്കിക്കാണുന്നു. അവൻ നിങ്ങളെ മുൻനിർത്തി മലായിക്കത്തിനോട് അഭിമാനം പങ്കുവെക്കുന്നതുമാണ്. റമദാനിൻ്റെ സന്ദേശമായി നമുക്ക് പറയാനുള്ളത്, നമുക്ക് ചുറ്റും ജീവിക്കുന്നവരോട് കരുണ ചെയ്യുകയും പാവപ്പെട്ടവരെ സഹായിക്കുകയും വേണം. പിശാചിനെ തടവിലാക്കുന്ന ഈ വിശുദ്ധ ദിനരാത്രങ്ങൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യണം. മുൻകാലങ്ങളിൽ ചെയ്തുപോയ പാപങ്ങൾ പുറത്തു തരാൻ പ്രാർത്ഥിക്കുക. റംസാൻ വരവറിയിച്ച് മാനത്ത് ചന്ദ്രക്കല തെളിയുന്നതോടെ ഓരോ വീടും പ്രാർത്ഥനാ നിർഭരമാകും. സൂര്യനസ്തമിച്ച് മഗ്‌രിബ് നിസ്കാരത്തിന് ബാങ്ക് മുഴങ്ങുന്നതോടെ ഓരോ ദിവസത്തെയും നോമ്പ് പൂർത്തിയാകുന്നു. ഇഫ്താർ കഴിച്ച് നോമ്പ് മുറിക്കുകയാണ് പതിവ്. റംസാൻ രാവുകളിലും വീടുകളിൽ ഖുർആൻ പാരായണം നടക്കും. റംസാൻ മാസത്തെ വരവേൽക്കാൻ പള്ളികളും ഈദ്ഗാഹുകളും ഒരുങ്ങിക്കഴിഞ്ഞു. നാടൊട്ടുക്ക് സംഘടനകളും ക്ലബ്ബുകളും റംസാൻ മാസത്തിൽ റിലീഫ് നൽകുന്നതിന് ഇഫ്താർ വിരുന്നുകൾ സംഘടിപ്പിക്കുന്നതിന് ഒരുങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലോക ഫോട്ടോഗ്രാഫി മത്സരത്തിൽ എഞ്ചിനീയർ മുണ്ടോളിന് 14ാം സ്ഥാനം. അമേരിക്കൻ ആസ്ഥാനമായുള്ള GuruShots.com ലോകവ്യാപകമായി സംഘടിപ്പിച്ച മത്സരത്തിലാണ് മുണ്ടോൾ എഞ്ചിനീയർ നേട്ടം കൊയ്തത്. അമേരിക്ക ആസ്ഥാനമായുള്ള GuruShots.com ലോകവ്യാപകമായി സംഘടിപ്പിച്ച ഫോട്ടോഗ്രാഫി മത്സരത്തിലാണ് കാസർഗോഡ് സ്വദേശിയായ എഞ്ചിനീയർ അബ്ദുൽ ഖാദർ മുണ്ടോളിന് 14ാം റാങ്ക് ലഭിച്ചത്. 1ാം സ്ഥാനം നേടിയ ഇന്ത്യക്കാരനും മുണ്ടോൾ തന്നെയാണ്. ചിറക് വിടർത്തുക എന്ന വിഷയത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത്. ലോകത്താകെയുള്ള 1731 ഫോട്ടോഗ്രാഫർമാർ മത്സരത്തിൽ പങ്കെടുത്തു. ഒരാൾക്ക് പരമാവധി 8 ഫോട്ടോകൾ മാത്രമേ അയക്കാൻ പാടുള്ളൂ.
9238 ഫോട്ടോകളാണ് മത്സരത്തിനുണ്ടായിരുന്നത്. നേട്ടത്തിൽ ഏറെ ആഹ്ലാദിക്കുന്നുവെന്ന് മുണ്ടോൾ എഞ്ചിനീയർ KC ന്യൂസിനോട് പറഞ്ഞു. വളരെ സന്തോഷമുള്ളതാണ്, വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കാസർഗോഡ് പോലുള്ള ഒരു സ്ഥലത്ത് നിന്ന് അങ്ങനെ ലോക ഫോട്ടോഗ്രാഫിയിൽ നല്ലൊരു സ്ഥാനം കിട്ടിയതിൽ സന്തോഷമുണ്ട്. കാസർഗോഡുകാരനായതിൽ അഭിമാനമുണ്ട്. ഫോട്ടോഗ്രാഫിയുടെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ നടന്ന ഒരു ഇന്റർനാഷണൽ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ഇതിലായിരുന്നു 1ാം സ്ഥാനം. വർഷങ്ങൾക്ക് മുമ്പാണ്. അത് നല്ല ഒരു കാര്യമായിട്ടുണ്ട്. അന്ന് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത് അമേരിക്കയിലെ വെല്ലിംഗ്ടൺ ലീ എന്നറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫിയിൽ ജീവിച്ചിരിക്കുന്ന ഇതിഹാസമായിരുന്നു. അയാളുടെ കൂടിയാണ് കോമ്പറ്റീഷൻ 1ാം സ്ഥാനം വാങ്ങിയത്. 1731 പേരിൽ നിന്നാണ് എഞ്ചിനീയർ അബ്ദുൽ ഖാദർ മുണ്ടോൾ 14ാം സ്ഥാനത്തിന് അർഹനായത്. ലോകോത്തര ഫോട്ടോഗ്രാഫർമാർ മാറ്റുരച്ച മത്സരത്തിൽ 14ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലങ്കര പാലം ഉദ്ഘാടനത്തിനെതിരെ നാട്ടുകാർ രംഗത്ത്. പണി പൂർത്തിയാകും മുമ്പാണ് ഉദ്ഘാടനമെന്ന് ആക്ഷേപം. ഇതിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് അവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഞ്ചേശ്വരം മുൻ MLA ആയിരുന്ന CH കുഞ്ഞമ്പു മലബാർ പാക്കേജിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചു കിട്ടിയ മലങ്കര പാലം 20-ന് ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ പാലത്തിന്റെ പണി പൂർത്തിയായിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ധൃതി പിടിച്ച് MLA നടത്തുന്ന ഉദ്ഘാടനം മാറ്റിവെക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അവർ പറഞ്ഞു. മാത്രമല്ല, ഉദ്ഘാടന കാര്യം ഏറെ വൈകി അറിയിച്ചത് ശരിയായില്ലെന്നും പാലം പണി പൂർത്തിയാക്കാതെ ഉദ്ഘാടനം നടത്തിയാൽ CPM-ന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രക്ഷോഭം നടത്തുമെന്നും അവർ പറഞ്ഞു. ഈ പാലത്തിന്റെ പണിന്റെ പിച്ചിങ് കാര്യങ്ങളൊന്നും ഇതുവരെ നടത്താതെ നാട്ടുകാരെ പോലും ഇത് പ്രത്യേക കമ്മിറ്റിയിലുണ്ട്. അവിടെ ഈ കമ്മിറ്റിക്കാരെ പോലും ഉദ്ഘാടനം അറിയിച്ചില്ല. സംഘാടന സമിതി ഈ പാലത്തിന്റെ വികസന കമ്മിറ്റി അവിടെയുണ്ട്. വികസന കമ്മിറ്റിനെ അറിയിച്ചില്ല, നാട്ടുകാരെ അറിയിച്ചില്ല. ഈ സാഹചര്യത്തിൽ ഉദ്ഘാടനം എന്തായാലും മാറ്റിവെക്കണം. നമ്മൾ AI ബന്ധപ്പെട്ടു. AI ബന്ധപ്പെട്ട് നമുക്ക് MLA നിർദ്ദേശമാണ് ഉദ്ഘാടനം ചെയ്യണം. മഞ്ചേശ്വരം MLA അബ്ദുൾ റസാഖ് പറഞ്ഞിട്ട് ഉദ്ഘാടനം ചെയ്യണമെന്ന്. യാതൊരു ആവശ്യം നമുക്ക് MLA പറഞ്ഞതിനപ്പുറം നമുക്ക് നീങ്ങാൻ പറ്റില്ല. അപ്പോൾ ഈ ഉദ്ഘാടനം മറ്റന്നാൾ ഉണ്ടായെങ്കിൽ നമ്മളതിന് CPM നേതൃത്വം കൊടുത്താണ് മുഴുവൻ നാട്ടുകാരെ സംഘടിപ്പിച്ചിട്ട് ഒരു പ്രതിഷേധം നടത്താം. CPI ലോക്കൽ കമ്മിറ്റി അംഗം സന്തോഷ്, മുനീർ മലങ്കര, ബാബു ഭണ്ഡാരി, വസന്ത മലങ്കര, മൊയ്തു മലങ്കര, രാമകൃഷ്ണ റൈ, ജെമ്മി ഡിസൂസ, LC എൺമക്കജെ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രികർ കണ്ണും മൂക്കും പൊത്തണം. ബസ് സ്റ്റാൻഡിൽ കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ടു. ഇതിനെതിരെ വ്യാപകമായ പരാതിയാണ് ഉയരുന്നത്. മാലിന്യത്തിൽ ചവിട്ടി, ചെളിവെള്ളത്തിൽ ചവിട്ടി ദുർഗന്ധം സഹിച്ചൊരു യാത്ര. നരകയാത്രയല്ല. നരകസമാനമായി കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രികരുടെ ദുരിതയാത്രയാണ് വിഷയം. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിലെത്തുന്നവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഏറെയാണ്. സ്റ്റാൻഡിലെത്തുന്ന ഓരോ യാത്രികനും ആദ്യം കാലുകുത്തുന്നത് കെട്ടിക്കിടക്കുന്ന അഴുക്കുവെള്ളത്തിലാണ്. അഴുക്കുവെള്ളം കടന്ന് സ്റ്റാൻഡ് കിടക്കും മുമ്പേ മൂക്കു തുളക്കുന്ന ദുർഗന്ധവും സഹിച്ചു വേണം ഓരോ യാത്രികനും സ്റ്റാൻഡ് കിടക്കേണ്ടത്. മഴ ശക്തി പ്രാപിച്ചതോടെ പ്രാഥമിക സൗകര്യങ്ങൾ ചെയ്യാൻ നിവൃത്തിയില്ലാതെ യാത്രികർ വലയുകയാണ്. ആകെയുണ്ടായിരുന്ന ഒരു കംഫർട്ട് സ്റ്റേഷൻ അധികൃതർ താഴിട്ടു. പൊറുതിമുട്ടുന്ന യാത്രികരിൽ ചിലരെങ്കിലും കംഫർട്ട് സ്റ്റേഷനോട് ചേർന്ന് പ്രാഥമിക സൗകര്യം നിറവേറ്റിയാണ് മടങ്ങുന്നത്. ഇത് ക്രൂരതയാണ്. ജനങ്ങൾക്ക് സേവനം ഉറപ്പു നൽകേണ്ട ഭരണാധികാരികൾ കാട്ടുന്ന മനുഷ്യാവകാശ ലംഘനവുമാണ്. കക്കൂസ് ടാങ്ക് പൊട്ടിയിട്ടും മാലിന്യം നിറഞ്ഞിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന അധികൃതർക്കെതിരെ പ്രതിഷേധം വ്യാപകമായിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിനകത്തെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വെള്ളം ലഭിക്കേണ്ട കിണറിനകത്തും മാലിന്യം വീഴുന്നുണ്ടെങ്കിലും ആരോഗ്യവകുപ്പ് ജീവനക്കാർക്ക് അതും വിഷയമല്ല. അഴുക്ക് നിറഞ്ഞ ബസ് സ്റ്റാൻഡും പൊട്ടിയൊലിക്കുന്ന കക്കൂസും പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കാത്ത ഭരണാധികാരികളും ഈ നാടിന്റെ മാത്രം പ്രത്യേകതയായി മാറിയിട്ടുണ്ട്. പ്രശ്നപരിഹാരത്തിന് ഉടൻ നടപടി വേണമെന്ന് യാത്രികർ ആവശ്യപ്പെടുന്നു. അതുപോലുള്ള പല പല അസുഖങ്ങളും ജനങ്ങളുടെ കാര്യങ്ങളാണെന്ന് മെഡിക്കൽ ഓഫീസർമാരോ മറ്റുള്ള കാര്യങ്ങളോ മുനിസിപ്പാലിറ്റി ആരും തന്നെ ഇതിനെക്കുറിച്ചിട്ട് ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. ആയിരക്കണക്കിന് യാത്രികരും നൂറുകണക്കിന് ബസ്സുകളും പ്രവേശിക്കുന്ന ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ താഴിട്ടതിൽ തൊഴിലാളി സംഘടനാ നേതാക്കളും പ്രതികരിച്ചിട്ടില്ല. സ്റ്റാൻഡ് ഫീസ് കൃത്യമായി പിരിക്കുമ്പോഴും ജീവനക്കാർക്ക് സൗകര്യമൊരുക്കേണ്ടത് നഗരസഭയാണെന്ന വിഷയം ഇവിടെ വിസ്മരിക്കപ്പെടുകയാണ്. നഗരത്തിലെ കംഫർട്ട് സ്റ്റേഷൻ തുറക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് ജീവനക്കാർ ആവശ്യപ്പെടുന്നത്. ബസ് സ്റ്റാൻഡിനകത്തെ മലിനജലം പരിസരങ്ങളിലേക്ക് ഒഴുകി തുടങ്ങിയതോടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. പുതിയ വെളുപ്പ് പ്രദേശം ഉൾപ്പെടെ സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലേക്കാണ് മലിനജലം ഒഴുകിയെത്തുന്നത്. മത്സ്യമാർക്കറ്റിന് സമാനമായി കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡും മാറിയതോടെ പകർച്ചവ്യാധിയും പകർച്ചപ്പനിയും പടരുന്നതിനുള്ള സാധ്യതയും ഏറിയിരിക്കുകയാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി വേണമെന്നാണ് ആവശ്യമുയരുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള കൺസെഷൻ കാർഡുകൾ KSRTCയിൽ വിതരണം തുടങ്ങി. കാസർഗോഡ് ഡിപ്പോയിലാണ് വിതരണം.
കാസർഗോഡ് KSRTC ഡിപ്പോയിൽ 1000-ഓളം വിദ്യാർത്ഥികൾക്കാണ് കാർഡുകൾ വിതരണം ചെയ്യുന്നത്. ദേശസാൽകൃത റൂട്ടായ ചന്ദ്രഗിരിയിലെ കാഞ്ഞങ്ങാട് റൂട്ടിലെ വിദ്യാർത്ഥികൾക്കാണ് കാർഡുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. KSRTC ഡിപ്പോയിൽ വിദ്യാർത്ഥികളുടെ വലിയ ക്യൂ ആണ് ഇപ്പോൾ കാണപ്പെടുന്നുള്ളത്. LBS കോളേജിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി സെമിനാർ സംഘടിപ്പിച്ചു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. LBS എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇന്റർനെറ്റ് വഴിയുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ, എഞ്ചിനീയറിംഗ് മെഡിക്കൽ ബ്രാഞ്ചുകളുടെ ഉള്ളടക്കം, സാധ്യതകൾ എന്നിവയെക്കുറിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. ചൊവ്വാഴ്ച മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു സെമിനാർ. ഇന്റർനെറ്റ് വഴിയുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ, വിവിധ മെഡിക്കൽ ബ്രാഞ്ചുകളും സാധ്യതകളും, വിവിധ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളും സാധ്യതകളും എന്നീ വിഷയങ്ങളെക്കുറിച്ച് LBS എഞ്ചിനീയറിംഗ് കോളേജ് ഓപ്ഷണൽ ഫെസിലിറ്റേഷൻ സെന്റർ അഡ്മിനിസ്ട്രേറ്റർ K. അസീം, മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ PR സുകുമാരൻ, പ്രിൻസിപ്പൽ ഡോക്ടർ K. A. നവാസ് എന്നിവർ ക്ലാസ് എടുത്തു. വിവിധ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളുടെ ജോലി സാധ്യതയെയും ക്യാമ്പസ് പ്ലേസ്മെന്റിനെയും കുറിച്ച് പ്രൊഫസർ രാഹുൽ C. സംസാരിച്ചു. മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ കരിയർ ഗൈഡൻസ് സെമിനാർ LBS എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപക പ്രിൻസിപ്പൽ പ്രൊഫസർ MA മുളിയാർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ K. A. നവാസ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർ C. രാഹുൽ, PTA സെക്രട്ടറി PM സാമുവൽ, കാസർഗോഡ് പ്രസ് ക്ലബ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. ഇനി പുണ്യം തേടി. റംസാൻ വിപണി ഉണർന്നു. മത്സ്യങ്ങൾക്ക് പൊള്ളുന്ന വില. ഇരട്ടിയിലേറെ വിലയാണ് ഒട്ടുമിക്ക മത്സ്യങ്ങൾക്കും കാസർഗോഡ് മാർക്കറ്റിൽ ഈടാക്കുന്നത്. റമസാനും ട്രോളിംഗ് നിരോധനവും ഒന്നിച്ചെത്തിയതോടെ മത്സ്യങ്ങൾക്ക് തീവിലയാണ്. 1 കിലോ അയക്കൂറയ്ക്ക് 900 രൂപയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് വില. ആവോലിക്ക് 850 രൂപയും അയലയ്ക്ക് 300 രൂപയുമാണ്. മത്തിക്ക് 120 മുതൽ 160 രൂപ വരെയാണ് വില കയറിയിരിക്കുന്നത്. കിലോയ്ക്ക് 60ഉം 70ഉം രൂപ വിലയുണ്ടായിരുന്ന തെരണ്ടിക്ക് 480 മുതൽ 500 രൂപ വരെ വർദ്ധിച്ചു. പൊയ്യത്തെരണ്ടയ്ക്ക് 300 രൂപയുമായി. കൂന്തലിന് 280 രൂപ മുതൽ 300 രൂപ വരെയുണ്ട്. നത്തോലിയും ചെറിയ മീനല്ലെന്ന് തെളിയിച്ചുകൊണ്ട് വില 120 ആയിരിക്കുകയാണ്. കരിമീന് 160 രൂപയാണ്. അതേസമയം കിലോയ്ക്ക് 60 രൂപയും 70 രൂപയും വിലയുണ്ടായിരുന്ന കോഴിയിറച്ചിക്ക് 100 രൂപയ്ക്ക് മുകളിലായിട്ട് മാസങ്ങളായി. ഇപ്പോൾ അത് 120 എത്തി നിൽക്കുന്നു. മത്സ്യത്തിനും മാംസത്തിനും വില കയറിക്കൊണ്ടിരിക്കുന്നത് കുടുംബ ബജറ്റിനെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത്. ബീഫിന് മുമ്പത്തെ വില തന്നെയാണുള്ളത്. കിലോയ്ക്ക് 260 രൂപ. ആട്ടിറച്ചിക്ക് 420 രൂപയാണ് വാങ്ങുന്നത്. സാധാരണക്കാരുടെ ആശ്രയമായ മത്തിക്ക് 150 രൂപ വരെ വിലയുണ്ട്. വരും ദിനങ്ങളിൽ വില ഇനിയും കൂടുമെന്നാണ് കരുതുന്നത്. തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂൾ ഭക്ഷണശാലയുടെ ഉദ്ഘാടനം നടന്നു. പള്ളിക്കര പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭക്ഷണശാല നിർമ്മിച്ചത്. തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിന് പള്ളിക്കര പഞ്ചായത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഭക്ഷണശാലയുടെ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞിരാമൻ ഭക്ഷണശാല ഉദ്ഘാടനം ചെയ്തു. ഓരോ കാലഘട്ടത്തിലും ഗവൺമെന്റിൽ നിന്ന് കിട്ടാവുന്നതും ജനങ്ങളിൽ നിന്ന് നികുതിയിനത്തിൽ കിട്ടുന്നതുമായ ഫണ്ടുകൾ പൂർണ്ണമായി വളരെ ശരിയായ നിലയിൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ നിലയിൽ, സൗകര്യപ്രദമായ നിലയിലൊക്കെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഒരു ഭരണത്തിന്റെ പ്രവർത്തനം ജനങ്ങളുടെ ഇടയിലേക്ക് സന്നിവേശിക്കാൻ വേണ്ടി കഴിയുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജയൻ പനയാൽ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KCK ഷീബ, മൗവൽ അഹമ്മദ്, P. പത്മിനി, M. കരുണാകരൻ, VK ഗോപാലൻ, ജയാംബിക, MP രാജേഷ് കുമാർ, മാസ്റ്റർ അശ്വിൻ, അജിത്, VV കൃഷ്ണൻ, ബാലകൃഷ്ണൻ കുതിരക്കോട് എന്നിവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് VV സുകുമാരൻ സ്വാഗതവും ഭാരതി ഷേണായി നന്ദിയും പറഞ്ഞു. കാസർഗോഡ് ബാഡ്മിന്റൺ ലീഗ് മത്സരങ്ങൾ ജൂലൈ 31 മുതൽ ആഗസ്റ്റ് വരെ കാഞ്ഞങ്ങാട്ട് നടക്കും. പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി. 80 കളിക്കാർ 4 ഗ്രൂപ്പുകളിലായി മത്സരിക്കാനെത്തും. ഫൈറ്റേഴ്സ്, സ്മാഷേഴ്സ്, ചാലഞ്ചേഴ്സ്, ബാഡ്മിന്റേഴ്സ് എന്നീ ടീമുകളാണ് മത്സരിക്കാനെത്തുന്നത്. മത്സരിക്കാനുള്ള ഗ്രൂപ്പുകളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. സ്പോൺസർമാർ കളിക്കാരെ തെരഞ്ഞെടുത്തു. ഓരോ ടീമിലും 20 കളിക്കാർ വീതമാണ് മത്സരിക്കാനെത്തുന്നത്. കാഞ്ഞങ്ങാട് KSBC വിട്ടൽ ഷേണായി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. കാസർഗോഡ് ADM H. ദിനേശ് ഉദ്ഘാടനം ചെയ്തു. എൻ്റെ മനസ്സിൽ പ്രതീക്ഷിക്കാത്ത ഒരു വളരെ വലിയൊരു സംഭവമാണിത്. കാസർഗോഡ് ബാഡ്മിൻ്റൺ ലീഗ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച ഞങ്ങൾ ഞാൻ ആദ്യം അറിയിക്കുന്നു. തീർച്ചയായും ഇത് കാസർഗോഡ് ജില്ലയ്ക്ക് ബാഡ്മിൻ്റൺ കളിക്കാരുടെ ഒരു സ്വപ്നമാണ്. കാസർഗോഡ് ജില്ലയിലെ ബാഡ്മിന്റൺ കളിക്കാരുടെ കൂട്ടായ്മയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. കോട്ടച്ചേരി GLP സ്കൂളിലെ കുട്ടികൾക്ക് ഇനി യാത്രാ ദുരിതമില്ല. സ്കൂൾ വികസന സമിതിയാണ് വാഹനം ഒരുക്കിയത്.
കോട്ടച്ചേരി GLP സ്കൂളിലെത്താൻ കുട്ടികൾക്ക് ഇനി കാത്തിരുന്ന് മുഷിയേണ്ടതില്ല. സ്കൂൾ വാഹനം ഇനി വീട്ടുമുറ്റത്തെത്തും. സ്വകാര്യ സ്കൂളുകളുടെ തള്ളിക്കയറ്റത്തിനിടയിൽ സ്കൂളിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നത് ചെറുക്കാനാണ് സ്കൂൾ വികസന സമിതി സ്കൂളിന് സ്വന്തമായി വാഹനം വാങ്ങിയത്. സ്കൂൾ മുഖ്യരക്ഷാധികാരി K. വേണുഗോപാലൻ നമ്പ്യാർ വാഹനത്തിന്റെ ആദ്യ യാത്ര ഉദ്ഘാടനം ചെയ്തു. ഈ വണ്ടിയുടെ കാര്യങ്ങളുടെ ഒരുപാട് തവണ സംസാരിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. അതുകൊണ്ട് ആ വക കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ഏതായാലും നമ്മുടെ ഒരുപാട് നാളത്തെ ഒരു വലിയ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ്. ഈ വിദ്യാലയത്തിൻ്റെ മുന്നോട്ടുള്ള പുരോഗതിയുടെ പാതയിൽ ഇതൊരു വലിയ ഒരു നാഴികക്കല്ലായി മാറട്ടെ. ഈ സ്കൂൾ ഇനിയും വരും വർഷങ്ങളിൽ ഒരുപാട് മുന്നിലെത്താൻ സഹായിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്കൂൾ വികസന സമിതി പ്രസിഡന്റ് M. രാമൻ അധ്യക്ഷനായി. PTA പ്രസിഡന്റ് MV ബാലചന്ദ്രൻ, സീമ ടീച്ചർ, I. പ്രകാശൻ, ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഹെഡ് മാസ്റ്റർ EU സേവ്യർ സ്വാഗതവും രാജൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ. മട്കകളിൽ ഏർപ്പെട്ട 2 പേർ അറസ്റ്റിൽ. സീതാങ്കോളിലെ കുഞ്ഞിരാമ, കന്യപ്പാടിയിലെ സുരേശ എന്നിവരാണ് അറസ്റ്റിലായത്. ജില്ലയിൽ പോലീസുകാർക്ക് കൂട്ട സ്ഥലമാറ്റം. കാസർകോട്ടെ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് 269 പോലീസുകാരെയാണ് സ്ഥലം മാറ്റിയത്. ചൌക്കി കുന്നിലെ KK മുഹമ്മദ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. മായിപ്പാടി ഡയറ്റ് ഉപദേശക സമിതി യോഗം 24 നടക്കും. രാവിലെ 10 മണിക്ക് ഡയറ്റ് ഹാളിലാണ് യോഗം. കോട്ടിക്കുളം സ്വദേശി കുവൈറ്റിൽ നിര്യാതനായി. കോട്ടിക്കുളത്തെ മുത്തലിബാണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. അജാനൂർ ജേസീസ് ഭാരവാഹികൾ സ്ഥാനമേറ്റു. സ്ഥാനാരോഹണ ചടങ്ങ് കാഞ്ഞങ്ങാട് IMA ഹാളിൽ നടന്നു. കാഞ്ഞങ്ങാട് ജേസീസ് രൂപം നൽകിയ അജാനൂർ ജേസീസിന്റെ പുതിയ ഭാരവാഹികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കാഞ്ഞങ്ങാട് IMA ഹാളിൽ ചേർന്ന ചടങ്ങിൽ മുൻ ദേശീയ അധ്യക്ഷൻ അഡ്വക്കേറ്റ് AV വാമനകുമാർ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ജേസീസ് പ്രസിഡന്റ് CK ആസിഫ് അധ്യക്ഷനായി. മെട്രോ മുഹമ്മദ് ഹാജി മുഖ്യാതിഥിയായിരുന്നു. മേഖലാ പ്രസിഡന്റ് KK സതീഷ് കുമാർ, സോൺ വൈസ് പ്രസിഡന്റ് ദിലീപ് ജോസഫ്, മുൻ മേഖലാ അധ്യക്ഷൻ KV സതീശൻ, സുധീഷ് പിലാത്തറ, പ്രകാശൻ മാസ്റ്റർ, ഫൈസൽ സൂപ്പർ, തൊയ്യീബ്, V. ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി V. ധനീഷിനെ പ്രസിഡന്റായും, രാകേഷ് രാഘവൻ സെക്രട്ടറിയായും, സലീമിനെ ട്രഷററായും, നൌഷാദ് കൊത്തിക്കാൽ, ഷംഷീർ, ഹാറൂൺ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, റോയ് ജോസഫ്, KMK മുനീർ, ഷൌക്കത്ത് അലി എന്നിവരെ ഡയറക്ടർമാരായും തെരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരു നാടിന്റെ സ്വപ്നം സഫലമാകുന്നു. അത്തനാടി പാലം ഉദ്ഘാടനം 20-ന്. ലോക ഫോട്ടോഗ്രാഫി മത്സരം. എഞ്ചിനീയർ മുണ്ടോളിന് 14ാം റാങ്ക്. മലങ്കര പാലം ഉദ്ഘാടനത്തിനെതിരെ നാട്ടുകാർ രംഗത്ത്. പണി പൂർത്തിയാകും മുമ്പാണ് ഉദ്ഘാടനമെന്ന് ആക്ഷേപം. പുണ്യമാസത്തിന്റെ വിശുദ്ധിയിൽ മണ്ണും മനസ്സും. പള്ളികളും വീടുകളും പ്രാർത്ഥനാ നിർഭരം. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രികർ കണ്ണും മൂക്കും പൊത്തണം. ബസ് സ്റ്റാൻഡിൽ കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ടു. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. KCN മലയാളം വാർത്തകൾ ഇപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും യൂട്യൂബിലും ലഭ്യമാണ്. കാണുക www.kaserkodchannel.com. നമസ്കാരം.